എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് നമ്മുടെ ആഗസ്റ്റ് മന്ത് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഈ ആഗസ്റ്റ് മന്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, പൊതുവായി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസണേറ്റ് ആകണമെന്നില്ല. പിന്നെ ഞാൻ പയൽ വെക്കുന്നുണ്ട്. അപ്പോൾ പയൽ 1 പയൽ 2 എന്ന് മാത്രമേ വെക്കുന്നുള്ളൂ. നിങ്ങളത് അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ അവിടെ ഒബ്ജക്റ്റ് ഒന്നും വെക്കുന്നില്ല. പയൽ 1 പയൽ 2. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ പയലായി സ്വീകരിക്കുക. അപ്പോൾ നമ്മളതിൽ കരിയറും ഫിനാൻസും റിലേഷൻഷിപ്പും നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ പയൽ 1ന്റെ റീഡിങ്ങിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പയൽ 1ന് ഈ ഓഗസ്റ്റ് മന്തിൽ എന്തൊക്കെയായിരിക്കും വരുന്നത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ മാസം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമുക്ക് റിലേഷൻഷിപ്പ് നോക്കാം. 6 of Cups, King of Swords, King of Pentacles, Knight of Cups, Ace of Wands, High Priestess ആണ്. ഇനി ആദ്യം തന്നെ റിലേഷൻഷിപ്പാണ് നോക്കിയത്. പിന്നെ ഇത് കരിയർ നോക്കാം. മജീഷ്യനാണ്. 2 of Wands, 3 of Swords, 10 of Wands, Queen of Wands, 2 of Wands വന്നിട്ടുണ്ട്. അടുത്തിനി നമുക്ക് ഫിനാൻസ് നോക്കാം എങ്ങനെയാണെന്ന്. 4 of Wands, 6 of Pentacles, ടവർ വന്നിട്ടുണ്ട്, ജസ്റ്റിസ് വന്നിട്ടുണ്ട്, പേജ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. അത് 9 of Swords ആണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾ ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വന്നത് ഒരു ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ് റിലേഷൻഷിപ്പിൽ. അപ്പോൾ 6 of കപ്പാണ് ആദ്യം വന്നത്. അപ്പോൾ ഇതില് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു കാര്യം, നിങ്ങൾ എപ്പോഴും ഊണിലും ഉറക്കത്തിലും ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം, അത് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന എന്ത് കാര്യമാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഒരു നൊസ്റ്റാൾജിക് മെമ്മറി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നതെന്ന് നോക്കാം. മജീഷ്യനാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാജിക് സംഭവിക്കണമേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്, നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഈ മാസമെങ്കിൽ അല്ലെങ്കിൽ ഇതിപ്പോ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ചിങ്ങം തുടങ്ങും. അപ്പോൾ ഈ പുതിയ വർഷമാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു വർഷത്തിലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാജിക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാകും എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം ഒരു മാജിക് പോലെ നിങ്ങളുടെ ഇതിലേക്ക് വരും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ ഇതിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആൾക്കാരായിരിക്കാം. അപ്പോൾ അതിൽ ഒരു മാജിക് പോലെ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒരു യൂണിയൻ ആകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ വീണ്ടും ഒന്നാകാനുള്ള ഒരു അനുഗ്രഹം ഉണ്ട് എന്നാണ് കാണുന്നത്. ഇനി കിങ് ഓഫ് സോർഡ് ആണ്. അപ്പോൾ അത് ഒരു സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ കുറച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം കിങ് ഓഫ് സോർഡ് എന്താണ് എന്ന്. 4 of Pentacles ആണ്. അപ്പൊ ചില കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. ഹോൾഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് വിട്ട് കളയാതെ ഹോൾഡ് ചെയ്തിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ നിങ്ങളോട് ചെയ്ത ചില കാര്യങ്ങൾ, അപ്പൊ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് ആ ഒരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്തതായിരിക്കാം.
ചില ആൾക്കാർക്ക് ചീറ്റ് ചെയ്ത കാര്യം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാതെ നിങ്ങളത് ഹോൾഡ് ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള ആ വ്യക്തി നിങ്ങളോട് പല പ്രാവശ്യം ഫോർഗീവ്നെസ് ചോദിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾക്കത് പലപ്പോഴും നിങ്ങൾക്കത് ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പെയിൻ തന്നുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു, അതിൽ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ആക്ഷൻ നിങ്ങളെ ഈ ഒരു മജീഷ്യൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങളല്ലാതായി ഒരുപാട് താണ് നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കളഞ്ഞെപ്പോഴും നിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടേതായ ഒരു പവറിലെത്തുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ആക്ഷനാണ് നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വലിയ മാറ്റം വരുത്തുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് പെൻഡൽസിന്റെ എനർജിയാണ്. അപ്പോൾ അതും സ്റ്റെബിലിറ്റിയാണ്. കിങ് ഓഫ് സോഡും സ്റ്റെബിലിറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താണെന്ന് ക്ലാരിഫൈ ചെയ്യാം. 10 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടു കിടക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ സമയവും നിങ്ങളത് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതും ആ ഒരു കാര്യം നിങ്ങൾ ക്യാരി ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ഒരുപാട് പെയിൻ ആയിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവർ ഒരുപാട് നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യവും എൻഡ് ആകുന്നു എന്ന് കാണുന്നുണ്ട്. 10 ഓഫ് വാണ്ട്സ് ഒരു എൻഡിങ് ആണ്. എൻഡിങ് മാത്രമല്ല, ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ ആലോചിച്ച് ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ആ നല്ല തീരുമാനങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരുന്നു എന്നും കാണുന്നുണ്ട്. അടുത്ത് നൈറ്റ് ഓഫ് കപ്പാണ്. അപ്പോൾ ആരോ വലിയ ഒരു പ്രണയത്തോടു കൂടി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അത് എന്താണ് എന്ന് നോക്കാം. അത് ആരാണ് നിങ്ങളെ അങ്ങനെ കാത്തിരിക്കുന്നത് എന്ന് നോക്കാം. ചില ആൾക്കാർക്ക് ഇതൊരു പുതിയ ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ആ ഒരു ഓൾഡ് സൈക്കിളൊക്കെ എൻഡ് ആക്കിയെന്ന് കാണുന്നുണ്ട്. 10 ഓഫ് വാണ്ട്സ് വന്നത് കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു പണ്ടുണ്ടായിരുന്ന ആ ഒരു കാര്യം നിങ്ങൾ എൻഡാക്കി കഴിഞ്ഞു. അപ്പോൾ എൻഡ് ആക്കിയത് കൊണ്ട് നിങ്ങൾക്ക് പുതിയൊരാൾ വരുന്നതുമായിരിക്കാം. നിങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയെ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ആ ഒരു വ്യക്തിയെ ഒഴിവാക്കി നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ പ്രണയിക്കുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്നു. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. സങ്കടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ നല്ല ഒരു തീരുമാനമാണെന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഈ പാസ്റ്റിലുള്ള ഒരാൾ തന്നെയാണ്. കാരണം ഈ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരാൾ ആ ആളിൻ്റെ ആ ഒരു മോശം ബിഹേവിയറൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളിലേക്ക് വന്ന് ഒരു പുതിയ തുടക്കം തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. സൺകാർഡ് നിങ്ങളെ ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ് ആണ്. ഒരു മജീഷ്യനും ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ചില ആൾക്കാർ, ഇപ്പോൾ നമുക്ക് അറിയാലോ, തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. ചിലപ്പോൾ ചില ആൾക്കാർ തെറ്റ് ആണ് പറ്റിയത് എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്ന ആൾക്കാരായിരിക്കാം. ഈ 10 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ അവർക്കും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ കടന്നുപോയി അവരും കുറച്ച് പാഠങ്ങളൊക്കെ പഠിച്ച് തിരിച്ച് നിങ്ങളിലേക്ക് വളരെ സ്നേഹത്തിൽ വരുന്നതുമായിരിക്കാം. അല്ലെങ്കിൽ ഒരു പുതിയ ഒരു റിലേഷൻഷിപ്പും ആയിരിക്കാം. കാരണം ഇതിൽ നിങ്ങളൊരു മാരേജിലോട്ട് പോവുകയും കുട്ടികൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആൾറെഡി കുട്ടികളൊക്കെ ഇൻവോൾവ്ഡ് ആയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തായാലും സൺകാർഡ് വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരുന്നത്. ഏസ് ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ന്യൂ ഐഡിയാസ് വരുന്നു. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അതെന്ത് കാര്യങ്ങളാണെന്ന് നോക്കാം. മൂൺ കാർഡാണ്. നിങ്ങൾക്ക് ഒരു സൈക്കിക് എബിലിറ്റി ഒക്കെ വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്. തീർച്ചയായും അതും ഒരു സൈക്കിക് എബിലിറ്റിയാണ്. നിങ്ങൾ ഈ സമയം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പെയിൻ ഉണ്ടായി നിങ്ങൾ ബ്രേക്കപ്പിലോട്ട് പോയെങ്കിൽ നിങ്ങൾ ആ സമയം നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് കാണുന്നത്. അതാണ് ഇവിടെ മൂൺ കാർഡ് പറയുന്നത്. അപ്പോൾ സ്പിരിച്വലി നിങ്ങൾ ഒരു അഡ്വാൻസ്ഡ് സോൾ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു ഇത്. ഈ ഒരു
റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വന്ന ഈ പ്രശ്നങ്ങളെല്ലാം എന്നാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ചിലപ്പോൾ ആ ഒരു വ്യക്തിയും നിങ്ങളിൽ ഇപ്പോൾ ഒരു അട്രാക്ഷൻ ശരിക്കും കൂടുതലായിരിക്കും. നിങ്ങൾ ശരിക്കും മാറിപ്പോയിട്ടുണ്ടായിരിക്കാം, പഴയ ആളെ അല്ലായിരുന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയോ ബഹളം വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിൽ നിന്ന് നിങ്ങൾ തിരിച്ച് ശരിക്കും ഒരു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരാളായിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണ് കാണുന്നത്. ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങൾ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായി എന്ന് തന്നെ കാണുന്നുണ്ട്. ഇൻറ്റ്യൂട്ടീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. അത് നൈറ്റ് ഓഫ് വൺസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവരെ ഒരുപാട് അട്രാക്ട് ചെയ്യിച്ചു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു മാറ്റം, നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്യുന്നൊരു കാര്യം ആ വ്യക്തിയെ തിരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് വളരെ മിറക്കിൾസ് കൊണ്ടുവരുന്ന ഒരു മാസമാണ്. അപ്പം നമുക്ക് നോക്കാം ബാക്കി. ഇപ്പം റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്. ഇനി കരിയർ കാണാം. കരിയറിൽ മാജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് പല മാജിക്കുകളും കാണിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് വളരെ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിങ്ങളത് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളൊരു മാജീഷ്യൻ ആയിരുന്നുവെങ്കിൽ, അത് നിങ്ങൾ അത്രയും നല്ല പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ, ഇടയ്ക്ക് വെച്ചത് ബ്രേക്ക് ആയിരുന്നെങ്കിൽ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. വളരെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് അത്രയും വലിയ കഴിവുകളുണ്ട് എന്ന് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കൂടെ ഉള്ളവരും മനസ്സിലാക്കുന്നു എന്ന് കാണുന്നുണ്ട്. ടു ഓഫ് സോർട്സ് ആണ്. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഈ കരിയർ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ അതൊക്കെ മാറി ശരിക്കും ക്ലിയർ ആകുന്നു എന്ന് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം, അത് ക്ലാരിറ്റി എടുത്ത് നോക്കാം. എന്തുകൊണ്ടാണ് ടു ഓഫ് സോർഡ് വന്നതാണ്, അതിൽ സ്ട്രെങ്ത് ആണ് വന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ അതിന് സ്ട്രെങ്ത് വരുന്നു എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് എന്തെങ്കിലും ഈ കരിയറിൽ പ്രശ്നം വന്നതെങ്കിൽ അത് മാറുന്നുണ്ട്. അതല്ല, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ്, ആ സിറ്റുവേഷനാണ് നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിന് സ്ട്രെങ്ത് വരുന്നു എന്നാണ് കാണുന്നത്. അടുത്ത 3 ഓഫ് സോർഡിന്റെ എനർജിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് 3 ഓഫ്, അപ്പം നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ സമയം ഒരു ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. 6 ഓഫ് സോർഡാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾക്കത് അറിയാമായിരിക്കും, ഇപ്പോൾ തന്നെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, നിങ്ങളുടെ കരിയറിൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഇഷ്യൂ അത് ചിലപ്പം നിങ്ങൾ അതിൽ നിന്നും ഒന്ന് പുറത്തേക്ക് പോകാൻ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അത് ഒന്ന് മതിയാക്കി ഈ ഒരു ജോലി നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ ചിലരെങ്കിലും അതിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പലരും ഈ ഓഗസ്റ്റ് മന്തിൽ റിസൈൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. കാരണം അത്രയധികം ട്രബിൾ അവിടെ ഉണ്ടായിരിക്കാം. അതിൽ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വരുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതിന്ന് മാറിപ്പോകാം. പലപ്പോഴും പല കാര്യങ്ങളും കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇതൊന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു നല്ല ജോലി കിട്ടുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ തീരുമാനത്തിന് സ്ട്രെങ്ത് വരുന്നുണ്ട്. ചില ആൾക്കാർ അത് വിട്ടുപോകുന്നു എന്ന് കാണുന്നുണ്ട്. 10 ഓഫ് വാണ്ട്സ് ആണ്. ചിലർ ജോലി ഉപേക്ഷിക്കാൻ സാധ്യതയുള്ള ചില ആൾക്കാരുണ്ട് ഇതിനകത്ത്. കാരണം ഒരുപാട് അവിടെ ബുദ്ധിമുട്ടുന്നു എങ്കിൽ, നിങ്ങൾ അത് അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യം നിങ്ങൾ ഒഴിവാക്കുന്നു, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമില്ല എന്ന് കാണുന്നുണ്ട്. 7 സോഴ്സിൻ്റെ എനർജിയാണ്. അപ്പം ചില ആൾക്കാർക്ക് ഇത് ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട്. പക്ഷേ ആ ചീറ്റിങ്ങിൽ നിങ്ങൾ ശരിക്കും അതിൽ നിങ്ങളും ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ മറ്റുള്ളവർ ഒന്ന് ട്രാപ്പിലാക്കിയിരിക്കുന്നുവെങ്കിൽ
ഒരു സെയിം ഒരു ട്രിക്ക് നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം, ഒരു കൗശലം പ്രയോഗിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും പലർക്കും ഈ ജോലി ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. 4 ഓഫ് കപ്പ് ചില ആൾക്കാർക്ക് അതിൽ ഒരു വിഷമത്തോടു കൂടി, ശരിക്കും ഹാപ്പി ആയിട്ടല്ല ചില ആൾക്കാർ ഈ ഒരു ഇത് വിട്ട് കളയുന്നതെന്ന് കാണുന്നുണ്ട്. അവർക്ക് ഒരു മാനസികമായ ഒരു പ്രശ്നം കാണുന്നുണ്ട് ഇതിനകത്ത്. കാരണം പുതിയൊരു കാര്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിലായിരിക്കും. എന്തായാലും പലരും ഇതിനകത്തുനിന്ന് ജോലി ഉപേക്ഷിക്കുന്നു എന്ന് കാണുന്നുണ്ട്. യൂണിഫോൺസിന്റെ എനർജിയാണ്. പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാലും ഇത് നഷ്ടബോധമാണ്. അപ്പോൾ ഈ ഒരു നിങ്ങളെ ആ ഒരു സ്ഥലത്തുള്ള പ്രശ്നത്തിൽ പല ആൾക്കാരും ഒന്നുകിൽ നിങ്ങളെ അവിടെ നിന്ന് ചിലപ്പോൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കുമായിരിക്കും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളെ വേണ്ടെന്ന് വെക്കുമായിരിക്കും. പക്ഷേ അതിലൊരു വിഷമമാണ് നിങ്ങൾക്ക് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത് വരുന്നത് യൂണിഫോൺസ് ആണ്. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളവിടെ നിന്ന് പുറത്താകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെബിലിറ്റി തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് പുതിയ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചതോ നിങ്ങൾ വേണ്ടാന്ന് വെച്ചതോ ആയ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ്, ഈ നടന്ന ഒരു സംഭവത്തിന്റെ ജഡ്ജ്മെന്റ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതിൽ മെച്ചപ്പെട്ട ഒരു കാര്യം തന്നെ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടുന്നു, ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ 2 ഫാൻസിന്റെ എനർജിയാണ് വന്നത്. എന്തുകൊണ്ടാണ് 2 ഫാൻസ് അവിടെ വന്നത് എന്ന് നോക്കട്ടെ. ഏസ് ഓഫ് സോഴ്സ്. അപ്പൊ ഇത് കുറച്ച് നിങ്ങൾക്ക് അടുത്തിന് ചിലപ്പോൾ കിട്ടുന്ന ഒരു ഓഫർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു റിസ്കി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് പേടിയാണ് ഇത്. പക്ഷേ കുറച്ചുകൂടി സാലറി കൂടിയൊരു ജോലി ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് ഏറ്റെടുക്കാനൊരു ഭയമാണെന്ന് കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും ഒരു ബെറ്റർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു ബെറ്റർ ഓഫറാണ് നിങ്ങൾക്ക് വരുന്നത്. പക്ഷേ അത് ഇത് ഏസ് ഓഫ് സോഡ് എന്ന് പറയുമ്പം ഒരു വാളാണ്. കുറച്ച് ഒന്ന് ബുദ്ധിപൂർവം അല്ലെങ്കിൽ നമ്മൾ വളരെ ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പം ചിലപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരിക്കില്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമായിരിക്കാം പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ട്. എന്ത് തന്നെ ആയാലും അതിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിയാണ് വരുന്നത്, ഫിനാൻഷ്യലി ആകട്ടെ. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും ഒരു ബെറ്റർ പോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ടെൻഷനുണ്ട്, ഇത് മുന്നോട്ട് എങ്ങനെ പോകും, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനുണ്ടെന്ന് കാണുന്നുണ്ട്. അത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം, അത് എങ്ങനെയായിരിക്കും എന്ന്. 2 ഓഫ് പെന്റക്കിൾ. പക്ഷെ കുറച്ച് കാലം നിങ്ങൾ ഒന്ന് ജഗിൾ ചെയ്യുമെന്ന് കാണുന്നുണ്ട്. തീരുമാനത്തിൽ നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അയ്യോ ഇതെനിക്ക് പറ്റുമോ എന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് എങ്ങനെയായിരിക്കും, എനിക്ക് ഇത് എന്നെ കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഇത് മുന്നോട്ട് എനിക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ടാകും ഈ ഓഗസ്റ്റ് മന്തിൽ. പക്ഷേ നല്ലതായിരിക്കും, കാരണം അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളത് നല്ലതായിട്ട് തന്നെ എടുക്കുക എന്ന് ആണ് ഇതിൽ പറയാനുള്ളത്. അടുത്ത 4 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. അത് നമുക്ക് ഫിനാൻസ് ആണ്. ഫിനാൻസിൽ ശരിക്കും സ്റ്റെബിലിറ്റിയാണ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇത്രയും കാലം വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടൊക്കെ മാറി, നിങ്ങൾ ശരിക്കും ബാധ്യതയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ അതിനൊക്കെ മാറി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ടായിരിക്കാം. അത് എന്ത് തരത്തിലാണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് സോഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ എന്തോ കാര്യങ്ങൾ നിങ്ങൾ ആക്റ്റീവ് ആകാൻ പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ 6 ഓഫ് പെന്റക്കിളാണ്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പം നിങ്ങൾ എത്ര എഫോർട്ട് അതിന് ഇടുന്നോ അത്രയും എഫോർട്ട് അത് തിരിച്ചു തരും, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എത്ര ആക്റ്റീവ് ആയിരിക്കും, ഇപ്പോൾ നൈറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ആക്റ്റീവായ ഒരു ആളാണ്. അപ്പോൾ നിങ്ങൾ എത്ര ആക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന്. അപ്പം നിങ്ങൾ എത്ര ആക്റ്റീവ് ആയിരിക്കുമോ അത്രയും തന്നെ ഫിനാൻസും നിങ്ങളിലേക്ക് വരും. ചിലപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് എത്ര വേണമെന്ന്. അങ്ങനത്തെ ഒരു
കാര്യമാണ് ഈ ഓഗസ്റ്റ് മന്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ പാസ്റ്റിൽ നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിനത്രയും ഈക്വൽ എഫേർട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നു, ഈക്വൽ റിസൾട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. ടവറാണ് ഇപ്പോൾ ഫുള്ളി ചേഞ്ച് ആണ്, ടവറും ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻസിൽ ഒരു ശരിക്കും ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത്. പണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഒരു വലിയ മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നുവെങ്കിൽ ആ സ്ട്രഗിളൊക്കെ മാറി നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നൊക്കെ നോക്കാം. കിങ് ഓഫ് വാൺസ് ആണ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്. ചില ആൾക്കാർക്ക് ഇതൊരു പ്രൊമോഷനാണ്, ചില ആൾക്കാർ ഇതൊരു വേറെ ബിസിനസ് കൂടി തുടങ്ങുന്നതായിരിക്കാം. അഥവാ ബിസിനസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്ന ആൾക്കാർക്ക് ശരിക്കും അത് അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇൻകം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ജോലി ചെയ്യുന്നവരായാലും അവർക്ക് ഒരു പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഇൻകം കിട്ടുന്നുണ്ടായിരിക്കാം. പിന്നെ പേജ് ഓഫ് കപ്പാണ്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു പല കാര്യങ്ങളും, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത്. കാരണം പുതിയൊരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ലഭിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാരണം കുറച്ചുകൂടി ഇൻകം വേണമെന്ന് വിചാരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ ആ പ്ലാനിങ്ങിൽ 10 ഓഫ് പെന്റക്കിളാണ് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പുതിയതായി തുടങ്ങുന്ന കാര്യവും വളരെ സക്സസിലേക്ക് പോകും എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ശരിക്കും നിങ്ങൾ ബുദ്ധിമുട്ടായിരുന്നുവെങ്കിൽ, ചിലപ്പോൾ ബിസിനസ് ഒക്കെ ശരിക്കും ഡള്ളായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുമായിരിക്കും ഇതൊന്നും മെച്ചപ്പെട്ടിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിൽ നിങ്ങൾക്ക് ഫിനാൻസ് ഒന്ന് ശരിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഏതൊക്കെ വഴികളാണ് ആഗ്രഹിച്ചിരുന്നതെന്ന്, അങ്ങനെ നിങ്ങൾ ശരിക്കും ആഗ്രഹിച്ചിരുന്നു എന്ന് കാണുന്നു. അതാണ് പേജ് ഓഫ് കപ്പ്. അപ്പോൾ ആ ആഗ്രഹം 10 ഓഫ് പെന്റക്കിളായിട്ട് തിരിച്ചു തരുന്നുണ്ട്. ഫിനാൻസിൽ ശരിക്കും നിങ്ങൾക്ക് ഈ മാസം ഒരു മാറ്റം വരുന്നുണ്ട്. 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ശരിക്കും ഒരു വിഷമത്തിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ബാധ്യതകളൊക്കെ ഒരുപാടുണ്ടായിരിക്കാം. കടബാധ്യതകളുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. ശരിക്കും ട്രാപ്പിൽ പെട്ടുപോയി പണം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ടായിരിക്കാം. അത് പുറത്ത് പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് മെസ്സേജാണ് എന്ന് നോക്കണം. അത് ക്ലാരിറ്റി എടുക്കട്ടെ, എന്താണ് നോക്കാം. പേജ് ഓഫ് ഫണ്ടാണ്. അവരടുത്ത പുതിയൊരു കാര്യത്തിലേക്ക് ഒരു തുടക്കമാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ നഷ്ടപ്പെട്ടത് പോകട്ടെ എന്ന് വിചാരിക്കുക. ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടത് ഇതിൽ പൂർണ്ണമായും തിരിച്ചു കിട്ടും എന്ന് പറയുന്നില്ല. പിന്നെ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാവർക്കും അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. പക്ഷേ പല ആൾക്കാർക്കും ഈ നഷ്ടപ്പെട്ടു പോയ കാര്യം അവർ ഒരുപാട് പെയിനാണ്, അവർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഉറങ്ങാൻ പോലും പറ്റാതെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ട് അതെന്ന് വെച്ചാൽ ഈ പുറത്ത് പറയാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യത്തിൽ പണം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് തിരികെ കിട്ടും എന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും. അത് വേറെന്തെങ്കിലും പുതിയ വഴികൾ വരും എന്നാണ് കാണുന്നത്. ആ പോയ കാശ് തിരികെ വരും എന്നുള്ളതിനുപരി നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്ത് ആ നഷ്ടം നികത്താൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇപ്പം എല്ലാവർക്കും ഒരുപോലെ അല്ല, എന്നാലും അതിൽ കാണുന്നത് അത് തിരികെ കിട്ടും എന്ന് കാണുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്കിതിൽ ഓവറോൾ നമുക്ക് എന്താണ് ഒരു അഡ്വൈസ് എന്ന് നോക്കാം. ഏഞ്ചൽ മെസ്സേജസ് നോക്കാം. റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡാണ്. അപ്പം എന്തായാലും ഈ സമയം വരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു റെക്കഗ്നിഷൻ കിട്ടുന്നു, നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നു, മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നു. അപ്പോൾ ഇതുവരെ ചിലപ്പം നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും കുറ്റം പറഞ്ഞിരുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും എത്ര എഫേർട്ട് എടുത്താലും അതിനൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം അത് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇത്രയും കാലത്ത് ആ പ്രവൃത്തിയുടെ ഫലം കിട്ടുന്നു എന്നാണ് കാണുന്നത്. പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് ആണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ റിലേഷൻഷിപ്പിലാകട്ടെ അല്ലെങ്കിൽ ഇത് കരിയറിലും വരാം, പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു. ചിലപ്പോൾ നിങ്ങളൊരു പുതിയ ജോലിക്ക് പ്രവേശിക്കുന്നതായിരിക്കാം. അപ്പോൾ ചില ആൾക്കാർക്ക് വീണ്ടും
ഒരു ഒരു റിലേഷൻഷിപ്പിൽ ഉള്ള കാര്യമാണെങ്കിൽ ചില ഡിമാൻഡുകളോടുകൂടി ആ ഒരു റിലേഷൻഷിപ്പ് പുതിയതായിട്ട് തുടങ്ങുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അത് അങ്ങനെ കാണുന്നുണ്ട്. ചില ആൾക്കാർ ഒരു ബിസിനസ് ഒരു 2-3 പേര് കൂടി ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. ഒരു കാർഡ് കൂടി എടുക്കും. ഇമോഷണൽ വിഡ്രാവലാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് എനർജി നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്ന് കാണുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണം. നിങ്ങൾ ഇപ്പോഴും ഈ ഒരു എനർജിയിൽ ഇരിക്കരുത്. ആ നഷ്ടപ്പെട്ടു പോയ എനർജി നിങ്ങളെ തിരിച്ചെടുക്കാനാണ് പറയുന്നത്. നമുക്ക് ഒരു കാർഡ് കൂടി നമുക്ക് എടുത്ത് നോക്കാം. ട്രാൻസെൻഡ് ആൻഡ് സക്സസ് ആണ്. നിങ്ങൾ ഒന്ന് റിസ്ക് എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരും. ഇതിൽ റിസ്ക് എടുക്കാൻ പേടിയുള്ള കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരാൾക്കാർക്കുള്ള ഒരു അഡ്വൈസ് ആണത്. നിങ്ങൾ റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് തന്നെ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ പേടിക്കണ്ട. ഇപ്പോൾ പുതിയ ജോലിയാണെങ്കിലും നിങ്ങൾക്കത് അതിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുറച്ച് ടഫാണെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നടക്കും. നമ്മൾ കഷ്ടപ്പെടാതെ ഒന്നും തന്നെ നമുക്ക് നേടാൻ പറ്റില്ല. അപ്പോൾ പുതിയ കാര്യം എനിക്ക് അറിയാത്തതാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾ വിചാരിച്ചാൽ നടക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക എന്നതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്. അപ്പോൾ ഇത് ഓഗസ്റ്റ് മന്തിൽ ഫസ്റ്റ് പയൽ തിരഞ്ഞെടുത്തവർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെക്കൻഡ് പയൽ കൂടി ഒന്ന് കണ്ടു നോക്കുക. ഇത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, കുറച്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ എനർജി അല്ലെന്ന്. നമ്മൾ പയൽ സെലക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നതായിരിക്കാം, ഒരു കൺഫ്യൂഷൻ വന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് പയൽ കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ എനർജി എങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ. ഹായ്, നമുക്ക് സെക്കൻഡ് പയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ സെക്കൻഡ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ഈ ഓഗസ്റ്റ് മന്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, അവരുടെ റിലേഷൻഷിപ്പ്, കരിയർ, ഫിനാൻസ്, അങ്ങനെ നോക്കാം. അപ്പോൾ സെക്കൻഡ് പയലാണ്. അപ്പോൾ സെക്കൻഡ് അല്ലാതെ ഞാൻ അതിൽ ഒബ്ജക്റ്റ് ഒന്നും വെച്ചിട്ടില്ല. നമുക്ക് നോക്കാം എന്താണ് സെക്കൻഡ് പയൽ തിരഞ്ഞെടുത്തവരുടെ റിലേഷൻഷിപ്പിൽ ആദ്യം വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് പയൽ തിരഞ്ഞെടുത്തവരുടെ റിലേഷൻഷിപ്പാണ്. വേൾഡ് കാർഡാണ് ആദ്യം തന്നെ വന്നത്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, 8 ഓഫ് പെന്റക്കിൾ, ക്യൂൻ ഓഫ് കപ്പ്. ഫാൻസ് ആണ്. നൈറ്റ് ഓഫ് കപ്പ് വന്നിട്ട്. ഇനി കരിയർ നോക്കാം. കരിയറിൽ ദ എംപറർ വന്നിട്ടുണ്ട്, കിങ് ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട്, 9 ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട്, 2 ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്, സൺ കാർഡ് വന്നിട്ടുണ്ട്, എംപ്രസും വന്നിട്ടുണ്ട്. ഇനി ഫിനാൻസ് നോക്കാം. ഫിനാൻസിലെ 10 ഓഫ് കപ്സ്, 6 ഓഫ് വാൻസ്, 7 ഓഫ് വാൻസ്, കിങ് ഓഫ് പെന്റക്കിൾ, 8 of swords,
കിങ് ഓഫ് ഫ്രൂട്ട്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ബോട്ടം വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു ഓവറോൾ എനർജി വന്നിട്ടുള്ളത് 9 ഓഫ് കപ്സ് ആണ്. അപ്പൊ ആദ്യം തന്നെ ഇതില് സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ആദ്യം തന്നെ വന്നത് അവരുടെ റിലേഷൻഷിപ്പില് ഫുൾഫിൽമെന്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു യൂണിയനാണ്. റിലേഷൻഷിപ്പിൽ അവരെന്താണോ ആഗ്രഹിച്ചത് അത് അവരിലേക്ക് വരും എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ ഫാമിലി വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു മൈഗ്രേഷനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സംഭവിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ഫാമിലി ചിലപ്പം ഗൾഫ് കൺട്രീസിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അങ്ങനെ അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു വിസിറ്റ് വിസയിലെങ്കിലും ഒരു ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു മാസം, ഈ ഓഗസ്റ്റ് മന്തിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫിലുള്ള ആൾക്കാരാണെങ്കിൽ, വിദേശത്തുള്ള ആൾക്കാരാണെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു ട്രാവൽ കാർഡാണ്, ഫുൾഫിൽമെൻ്റ് ആണ്. ചിലപ്പോൾ പിണങ്ങിയിരുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഒരു യൂണിയന് വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ ഒരുമിക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. എന്തായാലും കംപ്ലീഷനാണ്, അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ കിങ് ഓഫ് കപ്സ് ആണ്. 4 ഓഫ് സോർട്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ചില ആൾക്കാർ ശരിക്കും റിലേഷൻഷിപ്പിൽ ഒരു തരത്തിലുള്ള ഒരു ശരിക്കും യോജിപ്പില്ലാതിരുന്ന ആൾക്കാരാണെങ്കിൽ, സെപ്പറേറ്റഡ് ആയിരുന്നുവെങ്കിൽ, പരസ്പരം രണ്ടുപേരും രണ്ടിടത്തായിരുന്നു അല്ലെങ്കിൽ രണ്ട് അഭിപ്രായങ്ങളായിരുന്നു എങ്കിൽ അത് അവർ പരസ്പരം ഒരുമിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ ഇവിടെ ഒരു കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്നേഹം, വളരെയധികം സ്നേഹം തോന്നുന്നുണ്ടായിരിക്കാം പരസ്പരം. കാരണം സെയിം എനർജിയാണ് കിങ് ഓഫ് കപ്പും ക്യൂൻ ഓഫ് കപ്പും റിലേഷൻഷിപ്പിൽ വന്നാൽ. ശരിക്കും ഒരു അർദ്ധനാരീശ്വര സങ്കല്പം എന്നൊക്കെ പറയാം നമുക്ക് രണ്ട് കാർഡും ഒരുമിച്ച് വരുമ്പോൾ. അപ്പോൾ ശരിക്കും ഈക്വലായിട്ടുള്ള റെസ്പെക്റ്റും സ്നേഹവും അങ്ങനെയൊക്കെ കൊടുക്കാനൊരു മനസ്സ് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്കത് ഈ പ്രസന്റ് മൊമെന്റിൽ അവർ ശരിക്കും അങ്ങനെ കാണുന്നില്ല എങ്കിൽ ഓഗസ്റ്റിൽ നിങ്ങളുടെ ഈ ഒരു മാസം തന്നെ ശരിക്കും അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് ഒരുപാട് അടുപ്പം തോന്നും നിങ്ങളോട്. നോക്കാം അതെന്താണെന്ന് നോക്കാം. ഏസ് ഓഫ് കപ്സ് ശരിക്കും ഉള്ളിൽ നിന്നുള്ളൊരു സ്നേഹം വരും എന്നാണ് കാണുന്നത്. അവര് ഇപ്പോൾ അല്ലെങ്കിൽ പാസ്റ്റിൽ അവർക്ക് ഒരു സ്നേഹവും ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാതിരുന്നുവെങ്കിൽ ശരിക്കും ഒരു പുതിയ തുടക്കം, എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഒരു പുതിയ തുടക്കം, വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു സ്നേഹം എന്നേക്കും വേണം എന്നുള്ളൊരു സ്നേഹം വരുന്നുണ്ട്, ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ അഭിനയിക്കുക ചിലപ്പോൾ കാര്യം കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വഴക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിച്ചു പോയ ആൾക്കാരാണെങ്കിൽ അവർ ശരിക്കും ജെന്യുവിനായിട്ട് സ്നേഹിച്ച് തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ ഓഗസ്റ്റ് മന്തിൽ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും അവർ വിചാരിച്ചതുപോലെ അത്രയും സ്നേഹവും കെയറിങ്ങും സപ്പോർട്ടും ഉള്ള ഒരു പങ്കാളിയെ ലഭിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ കണക്ഷനുള്ള, നിങ്ങളെ മനസ്സിലാക്കുന്ന, അപ്പം നിങ്ങളുടെ കുറവുകളും പോസിറ്റീവ്സും ഒക്കെ മനസ്സിലാക്കി നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ 8 ഓഫ് പെന്റക്കിൾ ആണ്. 8 ഓഫ് പെന്റക്കിൾ എന്താണ് അവിടെ വന്നതെന്ന് നോക്കാം. അതൊരു കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പം ശരിക്കും അതും ഈ നമ്മൾ ഈ റിലേഷൻഷിപ്പ് റീഡിങ് ഇതിൽ നോക്കിയപ്പോൾ ശരിക്കും ഒരു കപ്പ് എനർജിയാണ് വന്നിട്ടുള്ളത്. ക്യൂൻ ഓഫ് കപ്പ്, കിങ് ഓഫ് കപ്പ്, ഏസ് ഓഫ് കപ്പ്, നൈറ്റ് ഓഫ് കപ്പ്. അപ്പൊ ഇതൊക്കെ ഒരു ഇമോഷൻസിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ സ്നേഹം എന്ന് പറയുന്നത് ഒരു നമുക്കത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം ആ ഒരു ഇമോഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഓഗസ്റ്റ് മന്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഫീലിങ്സ് എല്ലാം സെയിം ആയിരിക്കും. നിങ്ങളുടേതും നിങ്ങളുടെ പാർട്ട്ണറും ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഒക്കെ ശരിക്കും കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്താണോ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നത്, നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ അങ്ങനത്തെ ഒരു സ്നേഹവുമായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്ന് കാണുന്നുണ്ട്.
ക്യൂർ ഓഫ് കപ്പിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്നൊരു കാര്യമാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജീവിക്കാൻ നിങ്ങൾ കാത്തിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതൊരു റിയൂണിയന്റെ കാർഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് ജീവിക്കാനുള്ളത് എന്ന് നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. കുറെ കാലം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഈ വീൽ ഓഫ് ഫോർച്യൂൺ അതാണ് പറയുന്നത്, നിങ്ങൾ വെയിറ്റ് ചെയ്തത് കാലം അത് നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായി. ഈ സമയമാണ് നിങ്ങൾക്ക് ഇതിന് അനുകൂലമാക്കിയത് എന്നാണ് കാണുന്നത്. പിന്നെ 3 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വെയിറ്റിംഗ് എനർജിയാണ്. അപ്പോൾ ആ വെയിറ്റിംഗ് ഒരു യൂണിയന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്ന ഒരു ഇതും ആയിരിക്കാം. ഇപ്പോൾ 3 ഓഫ് വാണ്ട്സും 3 ഓഫ് കപ്പും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വഴി എന്ന് വെച്ചാൽ സമയം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി, വളരെ സ്നേഹത്തിലായി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല കാര്യം. റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഓഗസ്റ്റ് മന്തിൽ വളരെ പോസിറ്റീവായിട്ടായിരിക്കും എന്നാണ് കാണുന്നത്. പേജ് ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ വളരെ ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ വളരെ കുട്ടികളെ പോലെ, ഇപ്പം ഏജ് എത്ര തന്നെ ആയിരുന്നാലും ശരിക്കും ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ പല കാര്യങ്ങളും പണ്ട് നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾ റിലേഷനിലായിരുന്ന സമയത്ത്, നിങ്ങൾ ആ തുടങ്ങിയ സമയത്ത് നിങ്ങൾ എത്രമാത്രം ഇഷ്ടവും സ്നേഹവും ഒരു കമ്പാഷനും ഉണ്ടായിരുന്നോ ആ സെയിം എനർജി നിങ്ങൾക്ക് തിരികെ വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ പരസ്പരം ചിലപ്പോൾ അത് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ടൊരു യൂണിയൻ ഉണ്ടായതായിരിക്കണം. അപ്പോൾ അതാണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അടുത്ത് നമുക്ക് കരിയർ നോക്കാം. ആദ്യം തന്നെ ഒരു എംബററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പലർക്കും ഇതിൽ പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. കരിയറിൽ പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. കിങ് ഓഫ് വാണ്ട്സും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്ത എഫേർട്ടിനെ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ കുറച്ച് കാലം കൊണ്ട് പ്രമോഷൻ കാത്തിരുന്ന ആൾക്കാരാണെങ്കിൽ 7 ഓഫ് സോഴ്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പം മറ്റുള്ളവരുടെ ആ ഒരു കൈകടത്തൽ നിമിത്തം നിങ്ങൾക്ക് പ്രമോഷനൊക്കെ തടഞ്ഞു വെച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നമുക്കറിയാലോ, നമ്മളുടെ ബോസ് എന്തെങ്കിലും തരത്തിലൊരു നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പനി നമുക്ക് നമ്മളുടെ ആ പ്രമോഷനൊക്കെ തടഞ്ഞു കളയും. അല്ലെങ്കിൽ നമ്മളുടെ ഇൻക്രിമെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടഞ്ഞു വെച്ചിരുന്നെങ്കിൽ, ആ ഒരു ആരോ ചീറ്റിംഗ് ചെയ്തത് മൂലം നിങ്ങൾക്ക് തടഞ്ഞു വെച്ചിരുന്നെങ്കിൽ അത് മാറി നിങ്ങൾക്ക് എംപവറിന്റെ എനർജി വന്നു. നിങ്ങൾക്ക് എന്താണോ ഡിസർവ് ചെയ്യുന്നത് ആ ഒരു എനർജിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ വന്നു എന്ന് കാണുന്നുണ്ട്. കിങ് ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ പ്രമോഷൻ പലർക്കും ഉണ്ട്. ചിലരും വേറൊരു സ്ഥലത്തേക്ക് പ്രൊമോഷനോടുകൂടി പോകുന്നുണ്ടായിരിക്കാം. 2 ഓഫ് സോഴ്സ് ആണ്. അപ്പോൾ കുറച്ച് കാലം കൊണ്ട് ചില ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇവിടെ ഇനി മാറിപ്പോയാൽ നിങ്ങൾക്ക് നല്ലതാണോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആലോചിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ വേറെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. കുറേ ഓഫർ വന്നിട്ട് നിങ്ങൾക്ക് പേടിയായിരുന്നെങ്കിൽ ചില ആൾക്കാർ അതിൽ മാറിപ്പോകുന്നുണ്ടായിരിക്കാം. ഈ ഒരു പുതിയ ജോലിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സാലറിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ളൊരു പുതിയ ജോലിക്ക് നിങ്ങൾ പോകുന്നു എന്ന് കാണുന്നുണ്ട്. 9 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ചില ആൾക്കാരുടെ പ്രൊമോഷൻ ശരിക്കും കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. പുതിയൊരു ജോലി കിട്ടാൻ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഉള്ളവർക്ക് എന്താണെന്ന് നോക്കാം. 6 ഓഫ് കപ്പാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ പാസ്റ്റിൽ ചെയ്തിരുന്ന എന്തെങ്കിലും ജോലി അവർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് അവരിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അവർ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ചിലപ്പോൾ പാസ്റ്റ് ഏറ്റവും സന്തോഷത്തോടെ ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ ചിലപ്പോൾ മാറിപ്പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ജോലി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും ഈ ഓഗസ്റ്റ് മന്തിൽ ആ സ്ഥലത്തേക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ അത് തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥലം ഇതായിരിക്കാം. അപ്പോൾ പലർക്കും അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ 2 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഓഫ് പെന്റക്കിൾ നിങ്ങളൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. അപ്പോൾ അത് ട്രാൻസ്ഫർമേഷനാണ്. നിങ്ങൾ
ശരിക്കും ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് ട്രാൻസ്ഫോം ആവുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ശരിക്കും ഒന്നുകിൽ നിങ്ങൾ ആ കാര്യം തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ വർക്ക് പ്ലേസിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ജോലി ചെയ്യാൻ പറ്റാതെയും പ്രോപ്പറായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെയും നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ തന്നെ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ അതിന്ന് എനിക്ക് മാറാൻ പറ്റില്ല എന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ഈ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആൾക്കാർക്ക് കുറച്ച് ട്രാൻസ്ഫോർമേഷൻ വന്നു എന്ന് കാണുന്നുണ്ട്. അവർ ചിലപ്പോൾ പല തിരിച്ചറിവ് നടത്തിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ബോസ് നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ ഒരു വർക്ക് പ്ലേസിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ചിലപ്പോൾ ഒരു ദൈവം ഒരു നല്ല നന്മയുടെ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. കുറച്ച് സ്ട്രഗിളിങ് നിങ്ങൾക്ക് അവിടെ കുറയും എന്നാണ് കാണുന്നത്. പിന്നെ സങ്കടമാണ്, അതിന് ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. വളരെ സന്തോഷമാണ് നിങ്ങൾക്ക്. എന്തായാലും ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ കംഫർട്ടബിൾ അല്ല എങ്കിൽ, നമ്മൾ കംഫർട്ടബിൾ അല്ലാതെ നിങ്ങൾ ആയിരുന്നു എങ്കിൽ അതിന്ന് വളരെ മാറ്റമുണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ ജോലി, ഇതൊരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ പുതിയ ജോലി വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പലരും ചിലപ്പോൾ ജോലി മാറ്റം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇതിലൊരു വേൾഡ് കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്കൊരു ജോലി നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ, അതിന് ട്രൈ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ സന്തോഷത്തോടു കൂടി നിങ്ങൾ ആ ഒരു കാര്യം പോകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇരുളൊക്കെ മാറി നിങ്ങൾക്ക് വെളിച്ചം വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുന്നോട്ടേക്ക് വളരെ പോസിറ്റീവായിട്ടാണ്, നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. നിങ്ങളുടെ മുഴുവൻ എനർജിയും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോലി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ എഫേർട്ട് ഒരുപാട് ഉണ്ടെങ്കിലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക, അവിടെ ഉള്ള ആൾക്കാർ നിങ്ങളെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അതിന് ഒരു അംഗീകാരം കിട്ടുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ഈ സമയത്ത് അതൊക്കെ മാറിയിട്ട് നിങ്ങൾ ഇടുന്ന ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മറ്റുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയമാണ്, നിങ്ങളെ അവർ ആദരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി എന്തായാലും ജോലി ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. എംപ്രസ് ആണ്. കൂടുതൽ ആൾക്കാർക്കും പ്രൊമോഷനോടുകൂടി ചിലപ്പോൾ സാലറി കൂടുതലുള്ളൊരു പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്. നിങ്ങളൊരു പ്രണയത്തോടു കൂടി ജോലി ചെയ്യുന്നു എന്ന് വേണമെങ്കിലും പറയാം. ചിലപ്പോൾ നേരത്തെ നിങ്ങൾ ബോറടിച്ചാണ് ജോലി ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇതൊന്ന് കഴിഞ്ഞാൽ മതി എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുമായിരുന്നായിരിക്കും. ചിലപ്പോൾ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ നമുക്ക് സപ്പോർട്ടീവ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. ഇത് എപ്പോഴാണ് ഓഫീസ്, ഇപ്പോൾ 5 മണിയാകുമ്പോൾ ഒരു 4:30 ആകുമ്പോഴേ ഒന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ഇതൊന്ന് തീർന്നെങ്കിലെന്ന് വിചാരിച്ച്. പക്ഷേ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള മാറ്റമാണോ, നിങ്ങളുടെ ബോസ് മാറുന്നത് കൊണ്ടാണോ, നിങ്ങളുടെ സറൗണ്ടിങ്സ് മാറുന്നത് കൊണ്ടാണോ, ഇങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രണയത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റും എന്നാണ്. ആ നിങ്ങളിരിക്കുന്ന സീറ്റിൽ നിങ്ങൾക്ക് പ്രണയിക്കാൻ പറ്റും, നിങ്ങളുടെ ജോലിയെ നിങ്ങൾക്ക് പ്രണയിക്കാൻ പറ്റും. അപ്പോൾ സന്തോഷത്തോടു കൂടി ആത്മസംതൃപ്തിയോടു കൂടി നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. പലർക്കും ജോലി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഓഫർ ലെറ്ററൊക്കെ കിട്ടുമായിരിക്കാം. അപ്പോൾ എന്തായാലും പ്രതീക്ഷയുണ്ട് ഈ ഓഗസ്റ്റ് എന്നാണ്. പിന്നെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഈ നിങ്ങൾക്ക് ഫിനാൻസിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസിൽ വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ റീഡിങ് എടുത്തതിൽ ഇപ്പം നിങ്ങളും കണ്ടായിരിക്കും, ശരിക്കും പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് മാത്രമാണ് എടുത്തത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഷഫിൾ ചെയ്ത് ഇത് എടുത്ത കാർഡുകൾ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തില്ല. അത് നിങ്ങളുടെ മുന്നിൽ വെച്ചെടുത്ത കാർഡാകുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഈ 2 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പയലും
വളരെ ഹാപ്പിയാണ് ഒരുപാട് ആൾക്കാർക്ക് എന്നാണ്. അതെല്ലാം പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കാണ് കേട്ടോ. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഓഗസ്റ്റ് മന്തിൽ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ഫിനാൻസിലാകട്ടെ, കരിയറിലാകട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകട്ടെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൂടെ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ വീടിനടുത്തേക്ക് ഒരു സ്ഥലം മാറ്റാൻ കിട്ടുന്നതും ആയിരിക്കാം. അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് ഫിനാൻസിൽ വളരെ ഒരു ജഗിളിങ് ആയിരുന്നു, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അതൊക്കെ മാറി വളരെ ഹാപ്പി ആകുന്നു എന്ന് കാണുന്നുണ്ട്. 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ നല്ല ഇൻകം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ജോലിയിലൂടെ ഇൻകം പ്രതീക്ഷിച്ച്, ചിലപ്പോൾ പാസ്റ്റ് നിങ്ങൾ ചെയ്ത കാര്യത്തിനുള്ള ഒരു ഇൻകം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫിനാൻസ് നല്ലതാണ് എന്നാണ് കാണുന്നത്. പിന്നെ 7 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങളെ പൈസയൊന്നും ഈ ഓഗസ്റ്റ് മന്തിൽ ആരും ചീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യതയില്ല. അപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ചീറ്റിംഗ് വഴി നിങ്ങളിൽ നിന്ന് പൈസയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ആ പൈസ കാത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. അപ്പോൾ അത് ഈ ഓഗസ്റ്റ് മന്തിൽ ചിലപ്പോൾ അതിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ടാകും എന്ന് കാണുന്നുണ്ട്. ഇതിലൊരു 6 ഓഫ് പെന്റക്കിളിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ കുറച്ച് ഈ സെക്കൻഡ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരികെ കിട്ടും എന്ന് കാണുന്നുണ്ട്. അതിൽ നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടുന്ന ഒരു എനർജിയാണ്. ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതൊരു സന്തോഷ വാർത്തയാണ് കിട്ടുന്നത്. പിന്നെ കിങ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങളെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുത്തുന്നു എന്ന് തന്നെ ആണ് കാണുന്നത്. നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ ഓഗസ്റ്റ് മന്തിൽ ഒരുപാട് അലയേണ്ട ആവശ്യം വരില്ല എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഈ ഇതിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, യൂറോപ്പിലോ അങ്ങനെ ഏതെങ്കിലും കൺട്രീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ കൊടുത്തിട്ട് നിങ്ങൾ കാത്തിരുന്ന ആൾക്കാരുണ്ടായിരിക്കും അതിനകത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ജോലി, ആ വിസ കിട്ടാതെ നിങ്ങൾക്ക് കുറേ പൈസ നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടുന്ന ഒരു സമയമായിരിക്കും കേട്ടോ. അത് നിങ്ങളൊരു ചീറ്റിംഗ് ആണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മൾ പല ആൾക്കാരും പല ഏജൻസികളും പൈസ നമ്മളെ ഏൽപ്പിച്ചിട്ട് അത് നമുക്ക് വിസയുടെ പ്രോസസ്സ് ഒന്നും തന്നെ നടക്കാതെ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു മിറക്കിൾ പോലെ നിങ്ങൾ കൊടുത്ത പൈസ നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു 8 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ചില കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകുന്നു. 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ് വന്നത്. അപ്പം നിങ്ങൾ എന്തോ ഒരു കാര്യം ഒന്നുകിൽ നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നുണ്ടായിരിക്കാം. കാരണം ഈ ഒരു ട്രാപ്പിൽ നിന്നും നിങ്ങൾ ഒന്നുകിൽ അത് ഉപേക്ഷിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഒരു നഷ്ടമുണ്ടായത് ചിലപ്പോൾ നിങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു സ്ട്രഗിളിന് എൻഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ മാനസികമായി നിങ്ങൾ കുറച്ച് മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആയിരുന്നെങ്കിൽ മാനസികമായി നിങ്ങളൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി വരുത്തുന്നുണ്ടായിരിക്കാം. ഇത് പോയെങ്കിൽ പോട്ടെ എന്നുള്ളൊരു കാര്യത്തിൽ. കാരണം നിങ്ങൾ അതിൽ നിന്ന് ഫ്രീ ആകുന്നു എന്നാണ് കാണുന്നത്. കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വളരെ ശരിക്കും നിങ്ങൾ ഈ പോയ പോലെയല്ല, ഇതുവരെ പോയ പോലെയല്ല, നിങ്ങൾ വേറൊരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആലോചിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഫോഴ്സസ് ഉണ്ടായിരുന്നോ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക്, കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇത് എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു സമയമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം അത് ഇങ്ങനെ സോഡ് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം എന്ത് കാര്യത്തിനാണെന്ന്.
ടെമ്പറൻസ്, ബാലൻസ് ആണ് ഇതിനകത്ത്. അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പൈസ നഷ്ടം വന്നു, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആയിരുന്നു എങ്കിൽ അത് ഹീൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അതൊരു ബാലൻസിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ ചിലപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും അത് പോയത് പോകട്ടെ, ഇനി അതിൻ്റെ പിറകെ പോയി ഒരുപാട് വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച്, അതാണ് ഈ ഒരു 10 ഓഫ് സോർഡും പറയുന്നത്. നിങ്ങൾ വിട്ട് കളയുന്നു എന്നുള്ളതാണ്. പലർക്കും അത് വിട്ടിട്ട് പോകുന്നുണ്ടായിരിക്കാം, വേണ്ടാന്ന് വെക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്കൊരു മനസമാധാനം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ കിങ് ഓഫ് സോർഡ് വന്നപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയത് പൊക്കോട്ടെ, എനിക്കത് ഇനിയും ഉണ്ടാക്കാൻ പറ്റും. നഷ്ടപ്പെട്ടു പോയതിന് എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായി എനിക്ക് അതിലുപരി എനിക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാളും എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് എടുത്ത് നോക്കാം. 3 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. അപ്പൊ ഈ നഷ്ടപ്പെട്ടു പോയത് ഓർത്ത് ഭയങ്കര ഹാർഡ് ബ്രേക്ക് ഇരിക്കുന്ന ആൾക്കാരാണ് എന്ന് കാണുന്നുണ്ട്. ഇതിൽ ബോട്ടം വന്നിട്ടുള്ള 9 ഓഫ് സോർഡ്സ് ആണ്. ശരിക്കും ഒരു ട്രാപ്പിൽ പെട്ടു, പൈസ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി, അതിൽ ഒരുപാട് വിഷമിച്ച്. പക്ഷെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത് പൊക്കോട്ടെ, അത് തിരിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും അത് നിങ്ങൾ വിട്ട് കളയുന്നു എന്നാണ് കാണുന്നത്. അത് തിരിച്ച് കിട്ടും. ചിലർക്ക് എങ്കിലും അത് വിട്ട് കളയുന്നുണ്ട് കേട്ടോ. അത് തിരിച്ച് കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങൾ വിട്ട് കളയുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളത് വിട്ട് കളയാനുള്ളൊരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. പോയത് പോട്ടെ എന്ന് നിങ്ങൾ ഒരു പ്രതീക്ഷ വെക്കുന്നില്ല എന്നാണ് കാണുന്നത്. അത് ലെറ്റ് ഗോ ചെയ്യുന്നു ആ ഒരു കാര്യം എന്ന് കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഏഞ്ചൽ മെസ്സേജസ് എടുക്കാം, ഓറക്കിൾ മെസ്സേജസ് എടുക്കാം. എന്താണ് ഓറക്കിൾ നിങ്ങൾക്ക് പറയാനുള്ളത് നോക്കാം. ഇമോഷണൽ വിഡ്രാവലാണ്. അപ്പൊ കുറച്ചധികം ആൾക്കാർക്കും ഈ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചു വരണം എന്നാണ് നിങ്ങളോട് ഏഞ്ചൽ പറയുന്നത്. സോളിറ്റ്യൂഡാണ്. നിങ്ങൾ ശരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ഈ പൈസ മാത്രമല്ല, ഈ റിലേഷൻഷിപ്പ് മാത്രമല്ല, ജോലി മാത്രമല്ല, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള, നമ്മുടെ സോളിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോകണം. പ്രാർത്ഥന അത്യാവശ്യമാണ് എന്നാണ് കാണുന്നത്. സേക്രൽ ചക്രയാണ്. അപ്പോൾ നിങ്ങളുടെ സേക്രൽ ചക്ര ആക്റ്റീവ് ആകുന്നുണ്ടായിരിക്കാം. അപ്പോൾ സ്വാധിഷ്ഠാനം ആക്റ്റീവ് ആകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് ആക്റ്റീവ് ആകുന്നതിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഒരു ബ്ലോക്കേജസ് മാറുന്നുണ്ടായിരിക്കാം. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിൽ തന്നെ ഒരു വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ഫെർട്ടിലിറ്റിയാണ്. അപ്പോൾ ഇത് വേൾഡ് കാർഡും ഫെർട്ടിലിറ്റി നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടും എന്ന് കാണുന്നുണ്ട്. ഡെസ്റ്റിനിയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ എവിടെ എത്താനാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, അവിടെ എത്താൻ ഉള്ള ഒരു പരിശ്രമം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ആൾറെഡി അവിടെ എത്തപ്പെടുന്നു, ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ട്. അപ്പം വളരെ സന്തോഷമായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഈ സമയം വളരെ ഗ്രൗണ്ടഡ് ആണ്. ഓവർ ടെൻഷനൊന്നും നിങ്ങൾക്ക് ഈ ആഗസ്റ്റിൽ വരാൻ സാധ്യതയില്ല. നിങ്ങളതെല്ലാം മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ശരിക്കും ഒരു സമൃദ്ധി ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. സമൃദ്ധി തുടങ്ങുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, ഈ ഓഗസ്റ്റ് മന്തിൽ നിങ്ങളൊരു എഫേർട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയും. പല കാര്യങ്ങളും നിങ്ങൾ സമാധാനത്തോടെ കാണാൻ ശ്രമിക്കും. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടും.
നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതൊക്കെ കുറേയധികം ആൾക്കാർക്കാണ് കേട്ടോ, കുറേയധികം ആൾക്കാർക്ക് നഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ സമയം എന്നതൊരു വലിയ കാര്യമാണ്. ഇത് ഈ എനർജി കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാർഡ്സ് എല്ലാം വന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്. ഇത് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ് ആണ്. ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്, ഒരു ഓവറോൾ എനർജിയാണ് നോക്കിയത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു.